അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പിർസത്തെ സത്യവിശ്വാസിമാരെ, സഹോദരി സഹോദരന്മാരെ, ഖുർആൻ മറക്കും പോലെ ആയിത്തീരുന്നത് അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഖേദകരമായ ഒരു വിഷയത്തിക്കർ. ഖുർആൻ പഠിച്ചത് പല സന്ദർഭത്തിലും ഞങ്ങൾ പഠിച്ചിട്ടിക്കുക. ചെറുതിലെ ഖുർആൻ ഹിഫുളാക്കിയിട്ട് ബന്ധം കഴിക്കുവാറ്, അല്ലെങ്കിൽ ജീവിതത്തെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കുറേ സൂറത്ത് ഹിഫുളാക്കിയങ്ങ, കുറേ ജുസ് ഹിഫുളാക്കിയങ്ങ, ഖുർആൻ പൂർത്തിയായിട്ട് കാമിലായിട്ട് കംപ്ലീറ്റായിട്ട് ഹിഫുളാക്കുക തൗഫീഖ് കിട്ടിയങ്ങും ഇക്കുവാർ ആയെങ്ക അത് ഒരു ടൈം തോലെ മാത്രമേ തിക്കറ് ആ പഠിച്ച സൂറത്ത് അല്ലെങ്കിൽ പഠിച്ച ജുസ് മുറാജ ആക്കരുത്, അല്ലെങ്കിൽ ദൗറാക്കരുത്, റിപ്പീറ്റഡ് ആയിട്ട് ഓതുറുത്. ഒരു ടൈം തോൽ അതെല്ലാം കാത്ത് സൂക്ഷിച്ചിട്ട് പിന്നെ ഏതും ഇല്ലാത്തതായ, അല്ലെങ്കിൽ ഖുർആനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതായ ഒരു അവസ്ഥക്ക് പല ആൾമാരും ബദലാവുറാറ് ചൊന്നത് അത്യന്ത ഖേദകരമായ ഒരു വിഷയത്തേക്ക്. മക്ക ചെറുതിലെ ഖുർആൻ പഠിക്കാറ്, സ്കൂൾ അവോയ്ഡ് ആക്കിയിട്ട് 2-3 വർഷം അത് കഴിത്ത് കഠിനമായിട്ട് പരിശ്രമിച്ചിട്ട് പേരൻസിനും ആ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ട് ഖുർആൻ എങ്ങനെങ്കിലും പൂർത്തിയായിട്ട് കംപ്ലീറ്റായിട്ട് ഹിഫുളാക്കാറ് ആയെങ്ക അതിന് പിന്നത്തെ ടൈം ഇപ്പോൾ സ്കൂളിൽ ചിലപ്പോൾ 9th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 10th അല്ലെങ്കിൽ അതിന് മേലത്തെ ക്ലാസ്സിಗೆ എത്തുമ്പോൾ സ്കൂളിലത് ചുമ്മാ പഠിക്കൊണ്ടു ട്യൂഷൻ ഉണ്ട് ചൊന്നത്തു ആ പഠിച്ച ഭാഗ ജുസു ഏതുണ്ട അതിന് തിരിഞ്ഞു നോക്കാത്തതായ വിദ്യാർത്ഥിമാരും ഉള്ളാറ്. പിന്നെ കുറേ അങ്ങ് അൽഹംദുലില്ലാ ചുമ്മാ ടൈം തോൽ അതുമായിട്ട് കോണ്ടാക്ട് ഇക്കറാറ്, കണക്ഷൻ ബേക്കറാറ് ആയെങ്കിൽ മങ്ങിലായിട്ട് ഫാമിലി ലൈഫ് എൻട്രാവറോട് കൂടിയിട്ട് പിന്നെ ഖുർആൻ തുറന്നിട്ട് നോക്കാത്തതായ ഒരവസ്ഥ ഉണ്ടു ചൊന്നത് ആർക്കും നിഷേധിക്കുകയാവാത്തതായ ഒരു സത്യത്തിക്കർ. ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണായത് ഈ വിഷയത്തിൽ ഖുർആൻ പഠിക്കുക തൗഫീഖ് കിട്ടത് ചൊന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നതായ വലിയ നിഅമത്തിന്റെ ഭാഗമായിത്തിക്കർ. ഖൈറും മിമ്മ യജ്മഊൻ, നിങ്ങൾ ഒട്ടിಗೆ കൂട്ടുന്നതിൽ അത്യന്ത ഖൈറായത് അത് ഖുർആനായിത്തിക്കർ. ഖുർആൻ പഠിക്കുകയും ഖുർആൻ ഹിഫുളാക്കുകയും ഖുർആൻ മനസ്സിലാക്കുകയും തൗഫീഖ് കിട്ടിയിട്ടുണ്ടായെങ്കിൽ അതിനത്ര വലിയ മഹാഭാഗ്യ വേറെ ഏതുമില്ല. ആയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത്ര വലിയ നിഅമത്ത് ഞങ്ങൾക്ക് തന്നിട്ട് അതിനെ ഉപയോഗപ്പെടുത്താത്തങ്ങ, അതിനെ കാത്തു സൂക്ഷിക്കാത്തങ്ങ, അങ്ങനത്ര വലിയ ദുരവസ്ഥ വേറെ ആറുകെത്തിക്കറി പിർസത്തെ മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ ഉണ്ടാവുന്നത്. പഠിച്ചതായ സൂറത്താവട്ടെ, ജുസ് ആവട്ടെ, അല്ലെങ്കിൽ ഖുർആൻ കംപ്ലീറ്റ് ആവട്ടെ, അത് പിന്നെ ഒർക്കത്തും തുറന്നിട്ട് ഓതാത്തതായ, മുറാജ ആക്കാത്തതായ, ദൗറാക്കാത്തതായ എത്രമോ ആൾമാരുള്ളാർ. ഖുർആൻ ഒർക്കത്ത് ഒരു ഇഫുളാക്കിയിട്ട് സ്പെഷ്യലി പേരൻസിനെ മനസ്സിലാക്കണായത് ഒരു ട്രെൻഡ് കൈത്ത അല്ലെങ്കിൽ ഒരു ഷോ ഓഫ് കൈത്ത അല്ല ഖുർആൻ ഹിഫുളാക്ക് പാട്ടനായത്. ഞങ്ങൾ തിക്കര് അല്ലെങ്കിൽ ഞങ്ങളെ മക്കളെ കൊണ്ടുത്ത് ഹിഫുളാക്ക് പാട്ടനായത് ഒരു ഷോ ഓഫ് വേണ്ടിത്തല്ല. ബദലായിട്ട് നാളെ ആഖിറത്തിൽ ഞങ്ങളെ മക്ക ഞങ്ങളെ കൈ പിടിച്ചിട്ട് സ്വർഗത്തെ ഓരോ സ്റ്റെപ്പും ഓരോ ദറജവും ഞങ്ങളെ കൈ പിടിച്ചിട്ട് കൊമ്പോണു ചൊല്ലൊരു ഉദ്ദേശത്തിലെത്തിക്കോണം. എന്ത് കഥ ചൊന്നെന്ന് കേട്ടെങ്കിൽ ഖുർആൻ ഹിഫുളാക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഹിഫുളാക്കുക ഭയങ്കര ആശയവും ആഗ്രഹമുണ്ട്. അത് എങ്ങനെയെങ്കിലും ഞങ്ങളെ മക്ക കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാറ്, ഹിഫുളാക്കാറ്, പിന്നെ അത് ദൗറാക്കിക്കൊണ്ടുള്ളാറാ, മുറാജ ആക്കിക്കൊണ്ടുള്ളാറാ, അതുക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ആക്കിക്കൊണ്ടുള്ളാറാ. എത്ര ഖുർആൻ പഠിച്ചതെന്നെ മോണുക്ക് നെനപ്പുണ്ട് ചൊല്ലുന്ന വിഷയത്തിൽ തെല്ല് പോലും ശ്രദ്ധിക്കാത്ത അവസ്ഥ ഉണ്ടു ചൊന്നത് അത്യന്ത ഖേദകരമായ ഒരു വിഷയത്തേക്ക്. നോക്കൂ,
അള്ളാഹു സുബ്ഹാനഹു വതആല തന്നതായി നിഅമത്ത് ഞങ്ങളെ മക്ക ഖുർആൻ കംപ്ലീറ്റ് ആയിട്ട് ഹിഫ്ളാക്കിയാറ് പഠിച്ചാറ് ചൊന്നത് ആയെങ്ക അത് മക്കൾക്ക് ചിലപ്പോൾ ആ വിഷയത്തിൽ സീരിയസ്നെസ് ഇക്കല അങ്ക് അങ്ങളുടേതായ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഏജിലുള്ളതായ കുറെ വിഷയങ്ങളും മിക്കും ആയെങ്ക അവിടെ ഇടപെടാനായത് അങ്ങനെ അബ്ബ ഉമ്മമാരായി തിക്കറാൻ അതേപോലെ തിക്കറ് ഞങ്ങൾ പഠിച്ചതായ സൂറത്താവട്ട് ജുസ് ആവട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് ഞങ്ങൾ മുറാജ ആക്കിക്കൊണ്ടിരിക്കണു അത് നിസ്കാരത്തിലാവട്ട് അല്ലാത്ത ടൈമിൽ ഇങ്ങനെ ഓതിയോണ്ടു ഇക്കോണു ചൊന്നതായി തിക്കറ് ഇനി ഞങ്ങൾ ഇവിടെ മനസ്സിലാക്കണ ഇത് എന്തുകൊണ്ടു ഖുർആൻ മറന്നു പോണ്ടതായ സാഹചര്യം ഉണ്ടാവുന്നത് ഇമാം ലൊഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലതായ ഒരു പൽക്കണക്ക് കാണുക സാധിക്കറ് മാ തഅല്ലമ റജുലുൽ ഖുർആന സുമ്മ നസിയു ഇല്ലാ ബിദംബിൻ ഒരു മനുഷ്യ ഖുർആൻ പഠിക്കുക അത് ആണാവട്ട് പെണ്ണാവട്ട് പിന്നെ മറന്നു പോണ്ടത് ഇല്ലാ ബിദംബിൻ അവನು ആകൃതായ തപ്പു കാരണം എത്തിക്കര് ദോഷ കാരണം എത്തിക്കര് മാസിയത്ത് കാരണം എത്തിക്കര് കാരണം ഹാർട്ട് ഉൽഗം അത് നിക്കണായത് കംപ്ലീറ്റ് ഖുർആൻ എത്തിക്കര് അത് നല്ലത് അത്യന്ത ഉത്തമമായത് എത്തിക്കര് ഖുർആൻ ചൊന്നത് അതിനെ ഒട്ടിಗೆ ಬೆಡക്ക് ഒർക്കത്തുക്കും നിക്കുക സാധിക്കല ഒന്നെങ്കിൽ ಬೆಡക്ക് എത്തിക്ക് ഉണ്ടാവരുത് നല്ലതെന്താവും അത് ഞങ്ങൾ നിന്ത് വിട്ടുപോകുന്നത് എത്തിക്കര് അതുകൊണ്ട് തപ്പു കാരണ ആകൃതായ ദോഷ കാരണ സിന്ന് കാരണം ഞങ്ങളെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ പാപ കാരണം ഞങ്ങൾ പഠിച്ചതായ ഖുർആൻ ഞങ്ങൾ നിന്ത് മറക്കപ്പെട്ടതായ ഒരു അവസ്ഥ ഉണ്ടാവുക ചൊന്നത് എത്തിക്കര് എന്നിട്ട് ഇമാം ലൊഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഓതുന്നതായ ഖുർആനിൽ ഒരു ആയത്തുണ്ട് വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും ഒരു മുസീബത്തും ബാധിക്കില്ല ഇങ്ങനല്ലാണ്ട് ഒരു വിപത്തും ബാധിക്കില്ല എങ്ങനല്ലാണ്ട് ഫബിമാ കസബത് ഐദീകും നിങ്ങളെ കൈകൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തള്ളാണ്ട് എന്നിട്ട് ഇമാം ലൊഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി കേൾക്കുന്നതായ ഒരു പ്രശ്നമുണ്ട് അയ്യു മുസീബത്തിൻ അഅലമു മിൻ നിസ്യാനിൽ ഖുർആൻ ഖുർആൻ മറക്കുന്നതിനെ കാട്ടി വലിയ ഒരു ദുരന്ത വിപത്ത് പിന്നെ ഏതായിത്തിക്കുള്ളത് കാരണം അത്യന്ത മഹത്തമായിട്ടുള്ള ഈ കിതാബ് ഈ ഖുർആൻ ഖൈറായിട്ടുള്ളത് ബറക്കത്തായിട്ടുള്ളത് റഹ്മത്തായിട്ടുള്ളതായ ഈ ഖുർആൻ ഇത് മറന്നു പോകേണ്ടതിനെ കാട്ടി വലിയ ഒരു മുസീബത്ത് എന്തായിത്തിക്കുന്ന ഒരു വിശ്വാസിക്ക് ബാധിക്കുകയുള്ളത് അപ്പൊ സഹോദരന്മാരെ ചൊന്നു വന്നത് ഇത് ഖുർആൻ ഹിഫ്ളാക്കുക ഖുർആൻ പഠിച്ചങ്ങ മനസ്സിലാക്കിയിട്ട് വയ്ക്കനായ വിഷയ ജീവിതത്തിൽ തപ്പുങ്ങ ഇല്ലാത്തതുപോലെ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവനത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം ചൊന്നത് എത്തിക്കര് ഇല്ലെങ്കിൽ ഖുർആൻ മറന്നു പോണ്ടതായ സാഹചര്യം ഉണ്ടാവും അതേപോലെ എത്തിക്കര് പിറുസത്തെ വിശ്വാസിമാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടത് ഖുർആൻ പഠിക്കുന്നതായ ഒരു വ്യക്തിയുടെ ഉദാഹരണം ഏതുപോലെ എത്തിക്കര് അത് ಒಂಟೆರೆ പോലെ എത്തിക്കര് അഥവാ ಒಂಟೆ ಗಟ್ಟಿಯಾಯ್ತು കെട്ടിയിട്ടേണ്ടായെങ്കിൽ ആ ജാഗയിലേക്കും അത് കെട്ടിത്തില്ലേണ്ടായെങ്കിൽ അതിന് ഒരു നേച്ചർ അതിങ്ങനെ തിന്നുക കിട്ടുക വേണ്ടിയിട്ട് മേഞ്ഞിട്ട് നടക്കുന്നതായ ഒരു അവസ്ഥ എവിടെ എത്തിപ്പെടുന്നത് കൊണ്ടില്ല അതേപോലെ എത്തിക്കർ ഖുർആൻ പഠിച്ചിരുന്നല്ലേ അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്നതായ ആൾമാരെ ഉദാഹരണം ചൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട് ഇത് കാണുക സാധിക്കരുത് കാരണം ഖുർആൻ പഠിക്കുക എത്ര ഈസിയാ ഒരു 30 മിനിറ്റ്സിൽ അല്ലെങ്കിൽ 45 മിനിറ്റ്സിൽ ഒരു പേജ് ഖുർആൻ പഠിക്കുകയാവും അത്ര അതിനെ കാട്ടി യാറെ സ്പീഡിൽ എന്താവൂ ഖുർആൻ മറന്നിട്ട് പോകണം അതുകൊണ്ട് നിരന്തരമായിട്ടുള്ള ഒരു ബന്ധ ഖുർആനുമായിട്ട് ഉണ്ടാവണം ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകൂ ചൊന്നതെത്തിക്കര് ഞങ്ങൾ മനസ്സിലാക്കണായത് ഇനി ഈ വിഷയത്തിൽ ഒരു ഫത്വ ഷേഖ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി റൊട്ടിಗೆ വിദ്യാർത്ഥിമാർ കേൾക്കുന്നതായ ഒരു പ്രശ്നമുണ്ട് നഹ്നു തുല്ലാബുൽ ഇൽമി നഹ്ഫുൽ കസീറ മിൻ ആയാതി അലാ സബീലിൽ ഇസ്തിഷ്ഹാദ് ഞങ്ങൾ ഖുർആനിലെ കുറെ ആയത്ത് പഠിക്കറ എന്തുക്ക് വേണ്ടിട്ട് കുറെ വിഷയத்துக்கு പ്രൂഫ് ആയിട്ട് ഞങ്ങൾ പഠിക്കറ വഫി നിഹായത്തിൽ ആമി നകൂനു ഖദ് നസീനൽ കസീറ മിൻഹാ ഫഹൽ നദ്ഖുൽ ഫി ഹുക്മി മൻ യുഅദ്ദിബൂന ബിസബബി നിസ്യാനി മാ ഹഫിളൂഹു ഞങ്ങൾ വർഷത്തെ എൻഡ് പഠിച്ചതായ സൂറത്താവട്ടെ ആയത്താവട്ടെ അത് ഞങ്ങൾ മറന്നു പോണ്ട ഞങ്ങൾ ഖുർആൻ മറന്നെക്കുള്ളതായ ശിക്ഷ കിട്ടതായ ആൾമാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെടാണ് ആ ഹുക്മ ഞങ്ങൾക്ക് ഉണ്ടാവുക ചൊന്നതെത്തിക്കര് മക്ക അല്ലെങ്കിൽ വിദ്യാർത്ഥിമാർ സ്വാലിഹ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയിൽ കേൾക്കരുത് അപ്പോ ഷേഖ് ചൊല്ലുന്നത് നിസ്യാനിൽ ഖുർആനിൽ ഹു സബബാൻ രണ്ട് കാരണം എത്തിക്കര് അല്ലെങ്കിൽ രണ്ട് വിധത്തിലുണ്ട് ഖുർആൻ മറന്നു പോകേണ്ടത് ചൊന്നെങ്കിൽ ഒന്നാമത്തേത് മാ തഖ്തളിയ തുബഇയ്യ തുബഇയ്യായിട്ട് അല്ലെങ്കിൽ നേച്ചർ കുറയാലത് അത് ആ രീതിയിൽ മറന്നു പോകേണ്ടത് രണ്ടാമത്തേത് അൽ ഇറാദു അനിൽ ഖുർആനി വ അദ്മുൽ മുബാലാത്തി ബിഹി ഖുർആൻ കൊണ്ട് തിരിഞ്ഞു കളയരുത് അല്ലെങ്കിൽ ഖുർആനെ അവഗണിക്കരുത് ഖുർആനുമായിട്ട് ഒരു ബന്ധം വയ്ക്കാത്തങ്ങ ഖുർആൻ ആ വിഷയത്തിൽ ശ്രദ്ധിക്കാത്തങ്ങ അതിനെ മുറാജ ആക്കാത്തങ്ങ ദൗറാക്കാത്തങ്ങ റിപ്പീറ്റഡ് ആയിട്ട് ഓതാത്തങ്ങ
ഈ രണ്ട് രൂപത്തിലെത്തിക്കുള്ളത്. ഒന്നാമത്തത് അത് മനുഷ്യക്ക് എന്ത് കിട്ടല്, ശിക്ഷ ഉണ്ടാവല്, അല്ലെങ്കിൽ അവന് കൊണ്ടു ദോഷക്കാരാവല്. ഫഖദ് വഖഅ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന സ്വല്ല ബിന്നാസ് വനസി ആയ ഫലം ഇൻസറഫ ദക്കറു ബിഹാ ഉബൈ ഇബ്നു കഅബ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും അത് ഉണ്ടായി. ഒരിക്കൽ റസൂലുള്ളാഹി ഇമാമായിട്ട് നിൽക്കുമ്പോൾ ചില ആയത്ത് മറന്നു പോണ്ടു. അപ്പോൾ നിസ്കാരമുള്ള തീന്ന പിന്നെ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെനപ്പാക്കി കൊടുക്കുറു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുട്ടിಗೆ சொல்றது ഹല്ല കുൻത ദക്കർതനിഹ, നിക്ക് നിസ്കാരത്തിൽ അതിനൊക്കെ നെനപ്പാക്കി തരാൻ തല്ലേ ചൊന്നിട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ കേട്ടത് ഷേഖൂടെ അതിക്ക് ദലീലായിട്ട് കൊടുക്കും. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പള്ളിയിൽ ഓർക്ക ദച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യ ബന്ധു ഖുർആൻ ഓതും. അത് ചിലപ്പോൾ ഖുർആൻ ഇങ്ങനെ ദച്ചിട്ട് ഓതുറതായിട്ടിക്കും, അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഓതുറതായിട്ടിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്തു യർഹമുല്ലാഹു ഫുലാനൻ ഫഖദ് ദക്കറനി ആയതൻ കുൻതു അൻസൈതുഹാ, അള്ളാഹു അയാളെ റഹ്മ കാട്ടട്ട്, കാരണം നാണ് മറന്നുപോയി തിന്നതായ ആ ഒരു ആയത്ത് അയാൾ ഊദ്യപ്പണക്ക് നെനപ്പായിട്ട് ചൊന്ന രീതിയിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലും. അപ്പൊ ഇത് ത്വബഈയായിട്ട് അല്ലെങ്കിൽ നേച്ചറായിട്ട് മറന്നു പോകേണ്ട വിഷയം. ചിലപ്പോൾ അത് നമുക്ക് മറന്നു പോയിട്ടിക്കും, ആരെങ്കിലും നെനപ്പാക്കുമ്പോൾ കൈത്തിക്കരും നമുക്കത് നെനപ്പാവുന്നത്. നക്ക് മറക്കില്ല ചൊന്നത് അത് ബെരുദത്തെ വിഷയ. കാരണം ഇൻസാൻ ചൊന്നെങ്കിൽ അതിന് അർത്ഥം വേണ്ടത് അവൻ മറക്കണമെന്ന് ചൊല്ല രൂപത്തിലെത്തിക്കർ. അപ്പോൾ ഒർത്ത ചൊന്നിട്ടായി നക്ക് മറക്കില്ല ചൊന്നിട്ടായെങ്കിൽ അവൻ മനുഷ്യ ആവുക സാധ്യമില്ല. അപ്പോൾ മനുഷ്യത്വമായിട്ട് അല്ലെങ്കിൽ മാനുഷികമായിട്ട് മറന്നു പോകേണ്ടത് ഒരു ഭാഗം എത്തിക്കരും. അത് അയാളെ ആ വിഷയത്തിൽ ആക്ഷേപിക്കുക തീരാം. അതേപോലെ അയാൾ ദോഷക്കാരും ആ വിഷയത്തിൽ ആവില്ല. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതായി, അല്ലെങ്കിൽ അയാളെ ശക്തിയിൽ അയാളെ സാമർഥ്യത്തിൽ പെടാത്തതല്ല, അയാളെ ഭാഗത്തിൽ നിന്ന് ആക്കാത്തത് കൊണ്ടിട്ടല്ല അയാൾ മറന്നുപോയത്. ഇനി രണ്ടാമത്തത് അമ്മാ സബബുൽ ഇറാൽ വഅദമുൽ മുബാലാത്തി ഫഹാദാ ഖദ് യുസമു ബിഹി. രണ്ടാമത്തത് അവന്റെ ഭാഗത്തിൽ നിന്ന് അഥവാ റിപ്പീറ്റഡ് ആയി തോതാത്ത കാരണം, മുറാജ ആക്കാത്തത് കാരണം, ഖുർആനിനെ തിരിഞ്ഞുകലിന് കാരണം, ഖുർആനിനെ കണക്കാക്കാത്തത് പോലെ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കാത്ത ആ കാരണം കൊണ്ടു മറന്നു പോകേണ്ടത്. ഫഹാദാ ഖദ് യുസമു ബിഹി, അത് ചിലപ്പോൾ അയാൾക്ക് ശിക്ഷ കിട്ടുകൂ, അയാൾ ദോഷക്കാരാകൂ, അത് കാരണമായി തീരു ചൊന്നതെത്തിക്കാൻ ഇത്ര ഗൗരവത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണം. കാരണം മുറാജ ആക്കാട്ടെ, അതിന് റിപ്പീറ്റഡ് ആയി തോതാട്ടെ, ദൗറ ആക്കാട്ടെ, ഖുർആൻ ഇങ്ങനെ പഠിച്ചിട്ട് ഒർക്കത്തുക്ക് മാത്രം ഹാഫിൽ ചൊന്നിത്തു ഹിഫ്സ ആക്കിര കംപ്ലീറ്റ്, അല്ലെങ്കിൽ ഇത്ര ജ്യൂസ് ഹിഫ്ല ആക്കിര ചൊന്നിത്തു കാലാകാല അത് ചൊല്ലുക മാത്രം സീമിತ ആവുക തീരാം. ബദലായിട്ട് നിരന്തരമായിട്ട് ഖുർആൻ കൊണ്ടുത്തോർ ബന്ധം ഉണ്ടാവണം. അതില്ലാത്തത് കൊണ്ടുത്തു മറന്നു പോകണ്ടുണ്ടായെങ്കിൽ ആ മനുഷ്യക്ക് ആ വ്യക്തിക്ക് ചിലപ്പോൾ ശിക്ഷ കിട്ടുക അത് കാരണമായി തീരു ചൊന്നത് ഞങ്ങൾ മനസ്സിലാക്കണായി തിരിക്കരുത്. ആയെങ്കിൽ പല ആളുമാരും ചൊല്ലത് ടൈമില്ല, പുരുഷത്ത് കിട്ടില്ല, ബിസി ചൊന്നിത്തു ചില ന്യായമല്ലാത്ത കാരണം ചൊല്ലുറങ്ങ உள்ளார். அங்கே மனசிலாக்கணும் இது எல்லாத்துக்கும் நமக்கு டைம் கிட்டு, கெட் டுகெதருக்கு டைம் கிட்டு, எல்லா நாராசரனும் பர்த்து போகு சுத்துக்கு டைம் கிட்டு, ஃப்ரெண்ட்ஸுங்களொட்டிಗೆ பல்கரிக்கு டைம் கிட்டு, சோஷியல் மீடியா யூஸ் ஆக்குக்கு டைம் கிட்டு, அதல்லாத்த பாக்கி இன்னது எல்லாத்துக்கும் டைம் நமக்கு கிட்டு, உறங்குக்கு டைம் கிட்டு, வேணாத்திர நாங்கள் உறங்கிட்டு இருக்கிறோம். ಆಯಂಗ ഖുർആൻ റിപ്പീറ്റഡ് ആയിട്ട് ഓതുകൂ, ഖുർആൻ മുറാജ ആക്കുകൂ, മാത്ര ടൈം കിട്ടില്ല ചൊന്നെങ്കിൽ അത് അള്ളാഹു ഖുർആനിന്റെ പേരിലും ഒരു കളവായിട്ട് തീര്. ഖുർആൻ റിപ്പീറ്റഡ് ആയിട്ട് ഓതാത്തത് കളവ് പോലെ അള്ളാഹു ഖുർആന്റെ പേരിലും കളവ് ചൊന്നത് പോലെ ആയി തീരു ചൊന്നത് എത്തിക്കൽ. അതുകൊണ്ട് പിരിസത്തെ വിശ്വാസിമാരെ, വിശ്വാസിനിമാരെ, അബ്ബമ്മമാരെ, വിദ്യാർത്ഥിമാരെ എത്ര സൂറത്ത് എത്തിക്കര ഞങ്ങൾ പഠിച്ചത്, എത്ര ജുസ് എത്തിക്കര ഞങ്ങൾ ഹിഫുളാക്കിയത്, ഖുർആൻ കംപ്ലീറ്റ് ഹിഫുളാക്കുക തൗഫീക്ക് കിട്ടിയെങ്കുള്ളാർ ഞങ്ങൾ ഓർക്കത്തുക്കും അതുമായിട്ടുള്ള ഒരു ബന്ധം ഞങ്ങൾ ബുടുകുത്തീര. നിരന്തരമായിട്ട് അത് ഓതും. സുന്നത്ത് നിസ്കാരത്തിൽ, ഫർള് നിസ്കാരത്തിൽ ഞങ്ങൾക്ക് എപ്പോഴും ഓതുക ടൈം കിട്ടാം, ആ സന്ദർഭത്തിലുള്ള ഓതണം. ഞങ്ങളെ ഷെഡ്യൂളിൽ ഒരു നാൾ ഒരു ഇത്തര ടൈം ഖുർആൻ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ച സൂറത്തും പഠിച്ച ജുസുവും ഓതുക വേണ്ടത് ടൈം കണ്ടെത്തണം. ഈ വിഷയത്തിൽ പേരൻസ് ഇറങ്ങും ശ്രദ്ധിക്കണം ചൊന്നത് എത്തിക്കര് നെനപ്പാക്കൂല്ലത്. ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ ഇതുകൊണ്ടത്ത് ഖേദിക്കരുതായ ഒരു അവസ്ഥ ഉണ്ടാവും ചൊന്നത് എത്തിക്കര്. അതേ സന്ദർഭത്തിൽ ഇതിനൊട്ടിಗೆ ഞങ്ങൾ മനസ്സിലാക്കണായ ഒരു വിഷയം, ചില ആൾമാർ അല്ലെങ്കിൽ ഷെയ്ത്താൻ എന്താക്കുക, ചില ആൾമാർ വിശ്വാസം ഉണ്ടാക്കുക, അവൻ ഫിത്നത്തിലാക്കി വിടുക. ഖുർആൻ പഠിച്ചിട്ട് മറന്നിട്ടായെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടുക കാരണമായി തീരൂ. അതുകൊണ്ട് ഖുർആൻ പഠിക്കരുതേ വേണ്ട ചൊന്നത് എത്തിക്കരുത്. യഥാർത്ഥത്തിൽ അത് ഷെയ്ത്താൻ്റെ ഒരു തന്ത്രം എത്തിക്കരുത്. കാരണം ആ ഒരു കാരണം ചെന്നിട്ടു ഖുർആനിൽ നിന്ന് ഞങ്ങളെ ദൂരാക്കുകയില്ലേ ഷെയ്ത്താൻ്റെ തന്ത്ര എത്തിക്കരുത്. അതുകൊണ്ട് അത് ഓർക്കത്തും മൂന്ന് പോകുത്തീര. ഇത് ഷേഖ് ഫത്വത്തിൽ ഞങ്ങൾക്ക് കാണുക സാധിക്കരുത്. അയാൾ ചൊല്ലത് ഖുർആനിൽ ഒരു ആയത്ത് കൊടുക്കൂ, ഫഖാത്തിലു ഔലിയ അശ്ശൈത്താൻ ഇന്ന കൈദ ശൈത്താൻ കാന ലഈഫ. ഷെയ്ത്താൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളൊട്ടിಗೆ നിങ്ങൾ യുദ്ധ ആക്കൂ, അവനൊട്ടിಗೆ ಹೋರಾಟ ആക്കൂ. കാരണം ഷെയ്ത്താനിന്റെ തന്ത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും, അതെല്ലാം ദുർബലമായി ഇതെത്തിക്കരുത്. അതുകൊണ്ട് ഖുർആൻ നിങ്ങൾ എന്താക്കൂ, ഹിഫുളാക്കൂ. അതെത്തിക്കരുത് ഹൈറായത്, അതൈത്തിക്ക് ഉത്തമമായത്,
അതുപോലെ നിങ്ങൾ നല്ല ഒരു ബിയാർ അള്ളാഹു വിഷയത്തിൽ വിചാരിക്കറു മറന്നു പോണ്ടില്ലേ ചൊന്നുത്തുല്ല ആ നെനപ്പും ആ ഒരു ആഗ്രഹം വെച്ചിട്ട് പഠിക്കറു ഖുർആനുമായിട്ട് ബന്ധം ഉണ്ടാവട്ടെ ഖുർആൻ റിപ്പീറ്റഡ് ആയിട്ട് ഓതറു ചൊന്നുത്തെല്ലാം രീതിയിലുള്ള വിഷയ ഷേഖ് ചൊല്ലത് കാണുക സാധിക്കരുത് പിരിസത്തെ വിശ്വാസിനിമാരെ ഇത് അത്യന്ത ഗൗരവമായിട്ട് കാണാനായി വിഷയത്തിക്കരുത് കാരണം കേവലം ഖുർആൻ പഠിച്ചത് കൊണ്ട് മാത്രം ഖുർആൻ ഞങ്ങളെ മനസ്സിൽ നിൽക്കണമെന്നില്ല ബദലായിട്ട് അതുകൊണ്ടുള്ള ബന്ധ അത് ഞങ്ങൾ നിലനിപ്പാട്ടെങ്കിൽ മാത്രം എത്തിക്കരുത് ഖുർആൻ ഞങ്ങൾക്ക് നിലനിൽക്കരുത് അതുകൊണ്ട് തുറക്കത്തും ഖുർആൻ പഠിച്ചിട്ട് മറക്കപ്പാട്ടലാവതായ ഒരു അവസ്ഥ കൊണ്ടുണ്ടായെങ്കിൽ അത് അത്യന്ത ഖേദകരായിരിക്കരുത് അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് ഞങ്ങൾക്ക് ഖുർആൻ മറന്നുപോയിരുന്ന് നീ ചൊല്ലണ്ട ബദലായിട്ട് മറക്കും പോലെ ആക്കലായി ചൊന്നുത്തു ചൊല്ലത് നല്ലത് ചൊന്നുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു കാരണം മറക്കും പോലെ ആക്കലായിരുത് ನಾನು ರಿಪೀಟೆಡ್ ಆಯ್ತು ಓದಾತದು കൊണ്ട് തൈത്തിക്കര് മുറാജ ആക്കാത്തത് കൊണ്ട് തൈത്തിക്കര് ദൗറാക്കാത്തത് കൊണ്ട് തൈത്തിക്കര് ഈ വിഷയത്തെ ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ ഖുർആൻ പഠിക്കുക തൗഫീഖ് കിട്ടിയിട്ട് ഇത്തരം ജുസു ഞങ്ങൾ പഠിച്ചാൽ അതെല്ലാം വലിയ ഹൈറായിത്തിക്കര് ഉന്നതമായ അള്ളാഹുരെ അനുഗ്രഹത്തെ ഭാഗമായിത്തിക്കര് അള്ളാഹുരെ ഫള്ളിലെ ഭാഗമായിത്തിക്കര് അത് നാളെ ഞങ്ങൾക്ക് ആഖിറത്തിലും ഉപയോഗപ്പെടണു അതുകൊണ്ട് ഖുർആനുമായിട്ട് നല്ലൊരു ബന്ധം വേണു ഡെയിലി ഞങ്ങളെ ഷെഡ്യൂൾ ഒരു ടൈം ഖുർആൻ ഓതും റിപ്പീറ്റഡ് ആയിട്ട് ഓതും ടൈം കണ്ടെത്തണു ഈ വിഷയത്തിൽ വിദ്യാർത്ഥിമാരും അതേപോലെ പേരൻസും ശ്രദ്ധിക്കണു ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ ഞങ്ങൾ പഠിച്ചതായ ഖുർആൻ ഞങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷി ചൊല്ലതായ ഒരു അവസ്ഥ ഉണ്ടാവും ചൊല്ലതായ ഒരു ബോധ ഞങ്ങൾക്ക് ഉണ്ടാവണം ഖുർആൻ പഠിച്ചിട്ട് മറന്നു പോണ്ടത് അത് അത്യന്ത വലിയ ദുരന്തത്തിക്കര് വലിയ മുസീബത്തായിത്തിക്കര് ചൊന്നത് ഞങ്ങളെ മനസ്സിൽ നിരന്തരമായിത്തിന് നെനപ്പുണ്ടാവണം ചൊന്നത് എല്ലാവരുടെയും നെനപ്പാക്കര അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു